നമസ്കാരം. തോട്ടണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 500 കോടിയുടെ അഴിമതിയുണ്ട് എന്നുള്ള ഒരു കേസ് ഉയർന്നു വരുന്നത് 2008-ലാണ്. വർഷം 18ആയി. ഈ കേസിലെ പരാതിക്കാരൻ കടകംപള്ളി മനോജാണ്. ഇടത് വലത് സർക്കാരുകൾ മാറി വന്നപ്പോഴും ഈ കേസിലെ മുഖ്യ പ്രതിസ്ഥാനത്തുള്ള INTUC നേതാവ് R ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 3 തവണയാണ് ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ സർക്കാർ അനുമതി നിഷേധിച്ചത്. എന്നാൽ കോടതി ഇപ്പോൾ വടിയെടുത്തതോടെ സർക്കാരിന് ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കേണ്ടി വന്നു. ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ ഉത്തരവ് അത് കോടതിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ചന്ദ്രശേഖരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചു. ഇന്ന് ചന്ദ്രശേഖരൻ സ്വയം ന്യായീകരിച്ചുകൊണ്ട് തൃശ്ശൂരിൽ ഒരു പത്രസമ്മേളനം നടത്തി. CBI കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഈ കേസിൽ പോലും താനിപ്പോഴും നിരപരാധിയാണെന്നാണ് ചന്ദ്രശേഖരൻ വാദിക്കുന്നത്. എന്ന് മാത്രമല്ല, പരാതിക്കാരനായ കടകംപള്ളി മനോജിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ് എന്നന്വേഷിക്കണമെന്നും ഒക്കെ ഈ ചന്ദ്രശേഖരൻ ആവശ്യപ്പെടുന്നുണ്ട്. ചന്ദ്രശേഖരൻ്റെ ആ പത്രസമ്മേളനം കാണുന്നവർക്കറിയാം. കള്ളം പിടിക്കപ്പെട്ടതിൻ്റെ ഒരു ജാള്യതയിൽ, കോടതിയിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതിൻ്റെ ഒരു ജാള്യതയിൽ ആ ജാള്യത മറച്ചുവെക്കാൻ അയാൾ കാണിക്കുന്ന ഒരു പൊറാട്ട് നാടകം മാത്രമാണ് എന്ന് അത് കാണുന്നവർക്കറിയാം. എന്താണ് തൻ്റെ സാമ്പത്തിക സ്രോതസ്സ്? കഴിഞ്ഞ 18 വർഷങ്ങളായി ഈ അഴിമതി കേസിൽ താൻ എങ്ങനെയാണ് ഈ കേസ് നടത്തിക്കൊണ്ടുപോയത് എന്നുള്ളതിനെക്കുറിച്ച് പരാതിക്കാരനായ കടകംപള്ളി മനോജ് DNA ന്യൂസിനോട് പ്രതികരിക്കുന്നു. അദ്ദേഹം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പരാതിക്കാരന്റെ സാമ്പത്തിക സ്രോതസ്സ് എന്താണെന്നറിയില്ലെന്നും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഒക്കെയാണ്. അപ്പോ താങ്കൾക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ഇത് 2014 ഞാൻ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി കൊടുത്തപ്പോൾ, ഇത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുതാൽപര്യ ഹർജി കൊടുത്തപ്പോൾ അവര് കോടതിയിൽ ഉന്നയിച്ച വാദമാണത്. ഒരു വാദം. എന്നാൽ കോടതി പറഞ്ഞ് ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ മെറിറ്റ്, കേസിന്റെ മെറിറ്റ്, അഴിമതി നടന്നോ ഇല്ലയോ എന്നുള്ളതാണ് കോടതി നോക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള പരാതി ഉണ്ടെങ്കിൽ ഇവിടെ വേറെ വിവിധ ഏജൻസികളുണ്ട്. ഇപ്പോൾ ഒരാളുടെ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്വത്തിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അതിനുള്ള ഏജൻസികളുണ്ടല്ലോ, നമുക്കറിയാലോ. ഇൻകം ടാക്സും ED അങ്ങനെയുള്ള ഒരുപാട് കേന്ദ്ര ഏജൻസികളുണ്ട്. അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ വിജിലൻസ് ഉണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഞാനൊരു പ്രൈവറ്റ് വ്യക്തിയായതുകൊണ്ട് കോടതി പറഞ്ഞ് നിങ്ങൾക്ക് ആ മാർഗം സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അല്ലാതെ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. കോടതി അങ്ങനെ വാൺ ചെയ്യുകയും ചെയ്തവരെ. പിന്നീട് ഈ കേസ് ഹൈക്കോടതിയിൽ നിൽക്കുമ്പോൾ തന്നെ 2 തവണ എന്റെ സ്വത്തിനെ കുറിച്ച് കശുവണ്ടി വികസന കോർപ്പറേഷനിലെ ചില ജീവനക്കാരെ കൊണ്ട് പരാതി കൊടുത്തു. ഒന്ന് ആദ്യം കൊല്ലം ACP എന്നെ വിളിച്ചു. കമ്മീഷണർക്കാണോ ആർക്കാ കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നെ വിളിച്ച ACP ആയിരുന്നു. അന്നേരം ACP വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനടുത്ത് ചോദിക്കുകയും ചെയ്തു, അങ്ങക്ക് ഇതിനുള്ള അധികാരം ഉണ്ടോ എന്ന്. അന്നേരം പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ഇതിങ്ങനെ മുകളിൽ നിന്ന് പ്രഷറുണ്ട്. അന്നേരം മനോജ് തോന്നുന്ന അങ്ങ് പറ, ഞങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്ക്, ഞങ്ങൾക്ക് ഇത് വലിയൊരു ബേർഡൻ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അതിനകത്ത് കാരണമുണ്ട്. കാര്യം നിരന്തരം എനിക്കെതിരെ ഇവർ പരാതി കൊടുക്കുമ്പോൾ അവരന്വേഷിക്കുമ്പോൾ അതിനകത്തൊരു കഴമ്പുമില്ല. അന്നേരം ഇത് വലിയ ഉന്നതങ്ങളിലാണ് ചന്ദ്രശേഖരന് വേണ്ടി വിളി വരുന്നത്. അന്ന് UDF ഗവൺമെന്റ് ആണ് സംസ്ഥാനത്ത്. അങ്ങനെ അത് അവരവിടെ ക്ലോസ് ചെയ്തു. രണ്ടാമത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും എന്നെ വിളിച്ചു. SP എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ SP ചെന്ന് കണ്ടു. അങ്ങനെ ഇതേ പുള്ളി ആവർത്തിച്ചു, എന്റെ സ്വത്തിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന്. ഞാൻ എന്നിട്ട് ചോദിച്ചു, ക്രൈംബ്രാഞ്ചിന് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്വത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അധികാരപരിധി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കറക്റ്റാണ് ചോദ്യം, പക്ഷേ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് മനോജിന് മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധമുണ്ട്, മാവോയിസ്റ്റ് ഫണ്ടിങ് ഉണ്ട്, അങ്ങനെയുള്ളൊരു പരാതി വന്നതുകൊണ്ട് അതിനൊരു ഗൗരവമുണ്ട്, അത് ഞങ്ങളുടെ യൂറിസ്ഡിക്ഷനിൽ വരുന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതിന്റെ കറക്റ്റ് കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് മുകളിൽ നിന്ന് വിളി വരുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു അന്വേഷിക്കാം, പൂർണ്ണമായിട്ടും ഞാൻ സഹകരിക്കാം. അങ്ങനെ അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ മൊഴിയും കൊടുത്തു. അവരെന്നെക്കുറിച്ച് അന്വേഷിച്ച് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് എനിക്കിപ്പോൾ എൻ്റെ ഓർമ്മയാണെങ്കിൽ ഒരു 11 വർഷം, 2014-15 വർഷമായി നടക്കുന്നത്. 10-11 വർഷമായി. ചന്ദ്രശേഖരന് ഇത്രയും സ്വാധീനമുണ്ടല്ലോ. പിണറായി വിജയന്റെ അടുക്കളയിലെ ആളായിരുന്നു ചന്ദ്രശേഖരൻ.
ഒരു സഹമന്ത്രിമാർക്ക് പോലും പിണറായി വിജയനെ കാണാൻ സാധിക്കാത്ത സമയങ്ങളിൽ പോലും ചന്ദ്രശേഖരൻ കുടുംബത്തോടെ ഞാൻ അടിവരായിട്ട് പറയാം, ചന്ദ്രശേഖരൻ കുടുംബത്തോടു കൂടി പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിൽ പോവായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം, അല്ലെങ്കിൽ അന്ന് ഈ ഫയല് വലിയ എന്തെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ UDF സർക്കാർ ചിലപ്പോൾ നടപടി എടുത്തില്ലെന്ന് വെച്ചോ, പക്ഷെ പിണറായി വിജയനെ കൊണ്ട് നടപടി എടുപ്പിക്കായിരുന്നല്ലോ. അല്ലെങ്കിൽ ആ ഫയൽ ഇപ്പോഴും ഉണ്ടല്ലോ, നടപടി എടുക്കാമല്ലോ. അല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ഭയങ്കരമായ സ്വാധീനം ഉണ്ടല്ലോ. തിരുവനന്തപുരത്ത് മണിക്കൂർ കണക്കിന് ചിലരുമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പം. അന്നേരം ആ വലിയ ഉന്നത വ്യക്തിത്വങ്ങളായിട്ടാണ് പുള്ളി കഴിഞ്ഞ ദിവസം കൂടിക്കേണ്ടത്. അന്നേരം അവരെടുത്ത് പറഞ്ഞ് എന്നെ കുറിച്ച് അന്വേഷിപ്പിക്കാമല്ലോ. ഞാൻ സ്വാഗതം ചെയ്യുവാണ് ഈ അന്വേഷണത്തെ. ചന്ദ്രശേഖരൻ ഇന്ന് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതൊരു സംശയം തന്നെയാണ്. താങ്കൾ അത് DNA ന്യൂസിൽ തന്ന അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക സ്രോതസ്. എന്നാൽ പോലും ഇന്ന് ചന്ദ്രശേഖരൻ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയ സ്ഥിതിക്ക് താങ്കൾ എങ്ങനെയാണ് ഈ കേസ് നടത്തുന്നത് എന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടി പറയാമോ? അല്ല, കേസ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആദ്യം കൊടുക്കുന്ന കേസ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജിയാണ്. അത് ഞാൻ കഴിഞ്ഞ തവണ എനിക്ക് തന്നെ എപ്പോഴും ഇത് പറയുന്നതിനൊരു പരിമിതിയുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടെ പറയുന്നു. ഞാൻ അന്ന് ഈ കൊല്ലം കടപ്പാക്കട മുത്തൂറ്റില് എൻ്റെ ഭാര്യയുടെ 1.5 പവന്റെ ഒരു ഒരു വള പണയം വെച്ചാണ് ആദ്യം ഇതിന് കേസ് നടത്തുന്നതിന് വേണ്ടി. ആ ഡേറ്റും ഞാൻ കേസ് കൊടുത്ത ഡേറ്റും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഇവർ പോയി എടുക്കാമല്ലോ അവർക്ക്. അന്നേരം ആ പണയം ഇന്ന് വരെ എനിക്ക് എടുക്കാൻ പറ്റില്ല. 1.5 പവന്റെ പണയം സ്വർണ്ണമാണ് എനിക്കത് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അത് കുഴപ്പമില്ല, കേസിന് വേണ്ടി കൊടുത്തതാണ്. അതിനുശേഷം പിന്നീട് ഇവരാണ് കേസ് കൊടുക്കുന്നത്. ഇവരാണ് പിന്നെ സുപ്രീം കോടതിയിലൊക്കെ പോയത് ഇവരാണ്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു, സുപ്രീം കോടതിയിൽ എനിക്ക് 1 രൂപ ചിലവായിട്ടില്ല. എനിക്ക് വേണ്ടി പിന്നെ ആ വക്കീല്, അവിടുത്തെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് സൗജന്യമായിട്ടാണ് കേസ് വാദിച്ചത്. ഈ നാട്ടിൽ അങ്ങനെയും അഡ്വക്കേറ്റ്മാരുണ്ട്. ഇപ്പൊ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നു. കേസ് നടത്തുന്ന വക്കീല് അതാണ്ട് ഇന്ന് ഞാൻ ഒരു IA ഫയൽ ചെയ്യുവാണ്. 1 രൂപ ഞാൻ കൊടുത്തിട്ടില്ല. കാര്യം അഡ്വക്കേറ്റ്മാര്, അങ്ങനെയുള്ള അഡ്വക്കേറ്റ്മാരുണ്ട്. കാര്യം ഇത് എൻ്റെ ഒരു പ്രൈവറ്റ് കേസല്ല. എൻ്റെ അഡ്വക്കേറ്റ് പറയുന്നത് ഇത് മനോജിന്റെ മാത്രമുള്ളൊരു കേസല്ല എന്നാ. എന്തായാലും ഞാൻ ചെലവ് കാശ് കൊടുക്കും. എന്തെങ്കിലും ഞാൻ ചെലവ് കാശ് അദ്ദേഹത്തിന് കൊടുക്കുന്നതല്ലാതെ പിന്നെ എൻ്റെ വരുമാന പരിധിയിൽ നിൽക്കുന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു ചോദ്യം, ഇവിടെ CJ 7 ഏജൻസികൾ ചന്ദ്രശേഖരൻ അഴിമതിക്കാരനാണെന്ന് കണ്ടെത്തി. ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇനി അന്വേഷിക്കാൻ ഏജൻസികളില്ല. അതുകൂടാതെ CJM കോടതി മുതൽ സുപ്രീം കോടതി വരെ പറഞ്ഞു ചന്ദ്രശേഖരൻ അഴിമതിക്കാരനാണ്, വിചാരണ നേരിടണമെന്ന്. ഇന്ത്യയിൽ ഇനി വേറെ കോടതികളുമില്ല. നമ്മളെ നീതിന്യായ കോടതി എന്ന് വെച്ചാൽ CJM കോടതി മുതൽ സുപ്രീം കോടതി വരെയാ. ഇത്രയും കോടതികൾ പറഞ്ഞു ചന്ദ്രശേഖരൻ അഴിമതിക്കാരനാണ്, വിചാരണ നേരിടണമെന്ന്. അന്നേരം ഇന്ന് ചന്ദ്രശേഖരൻ പറയുന്നു ഞാൻ വിചാരണ നേരിടാൻ തയ്യാറാണെന്ന്. ഈ വിചാരണ നേരിടാതിരിക്കാൻ വേണ്ടി CJM കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയ വ്യക്തിയാണ് ഇന്ന് പറയുന്നത് വിചാരണ നേരിടാൻ ഞാൻ തയ്യാറാണ്. കാര്യം വിചാരണ നേരിട്ടേ പറ്റൂ ചന്ദ്രശേഖരൻ. ഒരു കാര്യം കൂടി, ഈ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിട്ട് പോലും ഇന്ന് INTUC എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അയാൾ തൽസ്ഥാനത്ത് തുടരട്ടെ എന്നാണ്. അത് താങ്കളും ഒരു INTUC പ്രവർത്തകരും നേതാവും ഒക്കെയാണ്. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അതേക്കുറിച്ച് KPCC പ്രസിഡന്റിനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, എൻ്റെ ഓർമ്മ KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരനായിരുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ INTUCയിലെ ചില നേതാക്കന്മാർ എന്ന് വെച്ചാൽ യഥാർത്ഥ INTUCക്കാര് കൊണ്ട് പലരും പരാതി കൊടുത്തിട്ടുണ്ട്. സ്ഥാനമാനങ്ങൾ വിറ്റ് കാശ് മേടിക്കുന്നു. ഒരു പരാതി ഞാൻ വായിച്ചത് എൻ്റെ കയ്യിലുണ്ട്, അതിന്റെ കോപ്പി. കാശ് ചോദിക്കുന്നു, സ്ഥാനം കൊടുക്കുന്നതിന് കാശ് ചോദിക്കുന്നു, പലരെ കയ്യിൽ നിന്നും പൈസ മേടിക്കുന്നു. അങ്ങനത്തെ INTUCയാണ് ഇപ്പൊ ചന്ദ്രശേഖരന്റെ INTUC. പിന്നെ അത് അധപ്പതിച്ചു ഈ പ്രസ്ഥാനം. ഇത് പിണറായി വിജയന്റെ മടയിൽ കിടക്കുന്ന ഒരു സാധനം മാത്രമാണ് INTUC. യഥാർത്ഥ INTUCക്കാരൊക്കെ മാറി നിൽക്കുക. ഈ ചന്ദ്രശേഖരൻ വന്നിട്ട് ഡസൻ കണക്കിന് യൂണിയനുകളാണ് പിളർത്തിയത്. ഞാൻ പറയാം ഓരോ യൂണിയനുകൾ. ബിവറേജസ് കോർപ്പറേഷനിലെ യൂണിയൻ പിളർത്തി, സഹകരണ മേഖലയിലെ യൂണിയൻ പിളർത്തി,
KSEB-യിലെ യൂണിയൻ പിളർത്തി, KHRW-യിലെ യൂണിയൻ പിളർത്തി. അങ്ങനെ ഡസൻ കണക്കിന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന യൂണിയനുകളെല്ലാം പിളർത്തി അതിന്റെ ശക്തി ഇല്ലാതാക്കി CITU-വിന് അടിയറ വെച്ച നേതാവാണ് ചന്ദ്രശേഖരൻ. മഹാ തട്ടിപ്പുകാരനാണ് ഇദ്ദേഹം ഈ സ്ഥാനങ്ങള് കൊടുത്ത് കാശ് മേടിക്കുവാണ്. അത് ഈ കേരളത്തിലുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം, അത് സഞ്ജീവ് റെഡ്ഡിക്കും അറിയാം. ഇവിടുന്ന് നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. വർഷക്കാലമായിട്ട് INTUC-യിലെ നേതാക്കന്മാരും പ്രവർത്തകരും ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുവാണ്. ഇദ്ദേഹത്തിന്റെ അഴിമതി. അതുകൊണ്ട് അതിനകത്ത് വലിയ ഒരു അത്ഭുതമൊന്നും കാണണ്ട. ചന്ദ്രശേഖരൻ ആ സ്ഥാനത്തിരിക്കും വരെ അവരുള്ള ഒരു കാര്യം അദ്ദേഹം വെച്ചവരാണ് അവര്. അതിന് നല്ല ആൾക്കാരുണ്ട്. ഇന്ന് പലരും അതിൽ പങ്കെടുത്തിട്ടില്ല, ഇതിൽ പ്രതിഷേധിച്ച്. ശരി. അതിനകത്ത് നല്ലൊരു ഭാഗം ആൾക്കാരുണ്ട് INTUC ഐഡന്റിറ്റി ഉള്ളത്. അപ്പൊ ഈ ഇദ്ദേഹത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ടുള്ള സർക്കാർ ഉത്തരവ് പോലും കോടതിയിൽ എത്തുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി. അങ്ങനെ വരുമ്പോൾ ഇത് ഈ നീതി എങ്ങനെയായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? എന്താണ് താങ്കളുടെ അടുത്ത നടപടി? അല്ല, ഞാൻ പറഞ്ഞില്ലയോ, എനിക്ക് എന്ന് നീതി തന്നിട്ടുള്ളത് കോടതിയാണ്. ആ കോടതിയിൽ തന്നെയാണ്. കോടതിയിൽ ഇനി ബുധനാഴ്ച കേസ് വരുവാണ്. ഞാൻ ഈ ഉത്തരവിനെതിരെ ഇന്ന് ആ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനെതിരെ കണ്ടംപ്റ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് കണ്ടംപ്റ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അന്നേരം ബിജു IAS-നെതിരെ കണ്ടംപ്റ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. കാര്യം കോടതിയെ വെല്ലുവിളിക്കുന്നു, കോടതിയെ അപമതിപ്പോടെ കാണുന്നു, കോടതിക്കെതിരെ രൂക്ഷമായ പരാമർശം. കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സർക്കാർ ഉത്തരവിലൂടെ കോടതിയെ ആക്ഷേപിച്ചിട്ടില്ല. അതും ഈ കേസിലുണ്ടായെന്നുള്ളയാ. അത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ഈ ഉത്തരവിനെ കുറിച്ച് അന്വേഷിക്കണം. ഈ ഉത്തരവിനെ കുറിച്ച് പലതും പുറത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. എന്തു തന്നെ ആയാലും കോടതിയിൽ ഞാൻ ബുധനാഴ്ച കേസ് വരുന്നുണ്ട്. ഞാൻ IA ഇട്ടിട്ടുണ്ട്. കോടതിയിൽ കേസ് വരുമ്പോൾ നമുക്കറിയാം ഇതിനെപ്പറ്റി ബാക്കി കാര്യങ്ങൾ. ഈ ഉത്തരവ് കുഴപ്പമുണ്ടായോണ്ടല്ലേ AG ഈ ഉത്തരവ് കോടതിയിൽ കൊടുക്കാഞ്ഞത്? ഇപ്പോൾ വാർത്ത വരുന്നുണ്ടല്ലോ, AG ഉത്തരവ് തിരുത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുക. വാർത്ത പ്രകാരം അദ്ദേഹം ഈ ഉത്തരവ് ഹാജരാക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും നിയമവിരുദ്ധമായ ഉത്തരവാണ് ഇത്. ഒരു റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യമല്ലേ ഇത്? ആ രാജ്യത്ത് ഇങ്ങനൊക്കെ ഒരു അഴിമതിക്കാരെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ഉത്തരവിറക്കാൻ തുടങ്ങിയാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തുമായിരിക്കും? കേരളം എന്റെ അടുത്ത് പ്രധാനപ്പെട്ട അഡ്വക്കേറ്റ്മാരാണ് പറഞ്ഞത്, കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങി കാണത്തില്ല, ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കി കാണത്തില്ല. നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നിടയിൽ ഇത് വലിയൊരു ചർച്ചയായിരിക്കുവാണ് ഈ ഉത്തരവ്. ശരി, കടകംപള്ളി മനോജ്, എന്തായാലും പ്രതികരിച്ചതിന് നന്ദി. തീർച്ചയായും. ഓക്കെ, താങ്ക് യു.